നമസ്കാരം. എങ്ങനെയാണ് നമ്മൾ ഗ്രാവിറ്റി മെറ്റിയുടെ ടോക്കൺ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. കുറച്ച് ലെങ്തി ആയിട്ട് നമ്മൾ രണ്ടായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് ഇത് ബ്ലോക്ക് ചെയിനിലായതുകൊണ്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്, അത് ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് പോലുള്ള വാലറ്റ് വഴിയാണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ പങ്കെടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ ട്രസ്റ്റ് വാലറ്റാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ട്രസ്റ്റ് വാലറ്റ് നിരവധി അക്കൗണ്ടുകളുണ്ട്, ഞാൻ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏത് അക്കൗണ്ടാണോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്യുക. ഏറ്റവും ബെറ്റർ ഇതിനു വേണ്ടി പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളതൊക്കെ എങ്ങനെയാണെന്ന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഫോണിൽ തന്നെ ഒന്നിലധികം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് പേരിടുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതിൽ നിന്ന് ഒരു വാലറ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ പുതിയൊരു വാലറ്റാണ്. ഞാനതിന് ടോക്കൺ വാങ്ങാനായതുകൊണ്ട് GMT എന്നാണ് പേരിട്ടിരിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റിൻ്റെ ഈ ഒരു അക്കൗണ്ടിന് ഞാൻ GMT എന്നാണ് പേരിടുന്നത്. നമുക്ക് കാണാൻ പറ്റും ആ 00 എന്നുള്ള വാല്യൂവിന് തൊട്ട് മുകളിൽ GMT ഉണ്ട്. ഇനി നമുക്ക് ആരാണോ റെഫർ ലിങ്ക് അയച്ചതെന്ന് ആ റെഫർ ലിങ്ക് വാട്സപ്പിലായിരിക്കും. അത് കോപ്പി ചെയ്യുക. അവിടെ മിനിമൈസ് ചെയ്യുകയാണ്. ഓക്കെ, GMT ടോക്കൻ്റെ റെഫർ ലിങ്ക് കാണുന്നതാണ്. അത് ഞാൻ കോപ്പി ചെയ്തു. ദയവായി ശ്രദ്ധിക്കുക, കോപ്പി ചെയ്യാണ് വേണ്ടത്, അല്ലാതെ നമ്മളത് അവിടെ ലിങ്കിൽ ടച്ച് ചെയ്യല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കോപ്പി എന്ന് കാണിക്കും, അതല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിലുള്ള 3 ഡോട്ടിൽ ടച്ച് ചെയ്യുമ്പം നമുക്ക് കോപ്പി എന്നുള്ള ഓപ്ഷൻ വരും. നമ്മൾ ആ ലിങ്കിൽ ടച്ച് ചെയ്യല്ല വേണ്ടത്, പകരം അതിൽ അമർത്തി പിടിക്കുമ്പോൾ കോപ്പീഡ് എന്ന് താഴെ എഴുതി കാണിക്കും. തുടർന്ന് നമ്മൾ മിനിമൈസ് ചെയ്ത ശേഷം ട്രസ്റ്റ് വാലറ്റിലേക്ക് വരിക. സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഏതൊരു ആപ്പിലും അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലും താഴെ പല ഐക്കൺസ് അല്ലെങ്കിൽ അതിന് പല ആപ്ലിക്കേഷൻസ് ഉള്ളതിൽ ഇവിടെ ട്രസ്റ്റ് വാലറ്റ് ഏറ്റവും വലത്തേ അറ്റത്ത് ഡിസ്കവർ എന്ന് കാണാം, ഏറ്റവും താഴെ ഡിസ്കവർ. ഇനി മെറ്റാമാസ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ 4ാമത്തെ ബട്ടൺ ബ്രൗസർ എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മെറ്റാമാസ്കിൻ്റെ ബ്രൗസറാണ്. ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിൽ നമ്മൾ ഡിസ്കവറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ സെർച്ച് ബാർ വന്നു. അവിടെ നമ്മളിപ്പോൾ അവിടുന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്തു, അമർത്തി പിടിക്കുന്നു, പേസ്റ്റ് എന്ന് കണ്ടു, അതിൽ ടച്ച് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ താഴെ കീപാഡ് കാണുന്നുണ്ട്. അത് കളയല്ല വേണ്ട, പകരം ആ കീപാഡിൻ്റെ ഏറ്റവും താഴെ വലത്തേ അറ്റത്ത് എനിക്കൊരു സെർച്ച് പോലത്തെ ഒരു ചിഹ്നം കാണാം, ഒരു ബ്ലൂ കളർ. ചില ഫോണുകളിൽ അതൊരു ഗോ എന്നായിരിക്കാം എഴുതിയതായിരിക്കാം, അതല്ലെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുന്നൊരു ആരോ ആയിരിക്കും. പക്ഷെ അതിനൊരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതാണ് ആ കീപാഡിലെ എൻ്റർ ബട്ടൺ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഗോ ബട്ടൺ അതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആ ലെൻസ് പോലുള്ള ആ ബ്ലൂ കളറിലെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. പേജ് ഓപ്പണായി വരുമ്പോൾ ഇതുപോലെ എത്തേറിയം ബ്ലോക്ക് ചെയിൻ കണക്ട് ചെയ്യാൻ പറയും. നമുക്ക് ആദ്യം അത് കണക്റ്റ് കൊടുക്കാം. ഇനി ഇപ്പോൾ കാണുന്ന ആ ബ്രൗൺ കളർ പേജിൻ്റെ മുകൾ ഭാഗത്ത് gmxt.live എന്ന് കാണാം. ആ വെള്ള സ്പേസിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, അവിടെ ടച്ച് ചെയ്തു. ഇപ്പോൾ കിടക്കുന്നത് എത്തേറിയം ബ്ലോക്ക് ചെയിനാണത് മാറ്റി BNB ആക്കണം. കാരണം GMT ടോക്കൺ വരുന്നത് BNB ബ്ലോക്ക് ചെയിനിലാണ്. അത് സെലക്ട് ചെയ്തു. ഒന്ന് നമുക്ക് ഉറപ്പ് വരുത്താം അത് തന്നെയാണോ നോക്കാം. വീണ്ടും ഡോട്ടിൽ ടച്ച് ചെയ്ത് നോക്കി. ഓക്കെ, BNB സ്മാർട്ട് ചെയിൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ കൊടുത്തു. അപ്പോൾ നമ്മളോട് സൈനപ്പ് സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചു. രജിസ്ട്രേഷൻ ഈസ് സക്സസ്ഫുൾ. യൂസർ നെയിം വന്നിട്ടുണ്ട്, വാലറ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഈ ബ്ലോക്ക് ചെയിൻ വീണ്ടും ഒരിക്കലും കണക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, BNB സ്മാർട്ട് ചെയിൻ ഇവിടെ കണക്ട് ചെയ്യുന്നു. എഗൈൻ നമ്മൾ വീണ്ടും കണക്റ്റ് വാലറ്റ് കൊടുക്കുക. അത് നമ്മളുടെ വെബ്സൈറ്റിനെയും ഈ വാലറ്റിനും നമ്മൾ കണക്ട് ചെയ്യാൻ പറയുന്നു. അത് സക്സസ് ആയിട്ട് ലോഗിൻ സക്സസ്ഫുൾ. ഇപ്പോൾ നമ്മുടെ വെബ് പേജ് ഓണായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിൽ ആ ബ്ലൂ കളറിൽ റൈറ്റ് സൈഡിൽ ആ മനുഷ്യൻ്റെ തലയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിം കാണാൻ പറ്റും, പ്രൊഫൈൽ കാണാൻ പറ്റും, ലോഗോട്ട് കൂടെ കാണാൻ പറ്റും. ടോക്കണിൻ്റെ റേറ്റ് GMT 0.01 USDT ആണ്.
ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസാണ്. അത് ഓരോ ബ്ലോക്ക് കഴിയുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇൻകം വാലറ്റ്, സ്റ്റേക്കിംഗ് ഇൻകം, ലെവൽ ഇൻകം, റിവാർഡ് ഇൻകം, റാങ്ക്, ഇതിലുള്ള റാങ്കിൻ്റെ പേര് ഏതാണ്, അതിൻ്റെ പൊസിഷൻ എന്താണ്, ടുഡേ ഇൻകം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിലധികമായിട്ട് കാണേണ്ട കാര്യങ്ങൾ ഇടത് ഭാഗത്തെ 3 ലൈൻ, അത് നമുക്ക് സെറ്റിങ്സ് ബാറിൽ ടച്ച് ചെയ്യുക, ഇടത് സൈഡിൽ 3 വരയിൽ. അപ്പോൾ നമുക്കിവിടെ ഡാഷ്ബോർഡിലൊക്കെ നിൽക്കുന്നത് തൊട്ട് താഴെ പാക്കേജ്, അവിടെ നമ്മൾ സെലക്ട് ചെയ്താൽ ബൈ പാക്കേജ്, ഇപ്പോൾ ഏതൊക്കെ പാക്കേജ് ഉണ്ടെന്ന് കാണാൻ പറ്റും. താഴെ നമുക്ക് പാക്കേജ് ഹിസ്റ്ററി കാണാൻ പറ്റും. പിന്നെ വിഡ്രോ, ഇൻകം, മൈ ടീം, സപ്പോർട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കമ്പനിയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ സപ്പോർട്ടിൽ പോകാൻ പറ്റും. എബൌട്ട്, അത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ വൈറ്റ് പേപ്പർ മുടക്കുള്ള കാര്യങ്ങൾ, ലോഗൗട്ടിങ്ങുള്ള കാര്യങ്ങൾ കൂടെ കാണാൻ പറ്റും. ഇനി പേജ് വീണ്ടും മാക്സിമം മുകളിലോട്ട് ഉയർത്തുമ്പം നമ്മളുടെ വാലറ്റ് അഡ്രസ്സോടെ കാണാൻ പറ്റും. അതുപോലെ GMCയുടെ സ്മാർട്ട് കോൺട്രാക്റ്റ്, ഗ്രാവിറ്റി മെറ്റ ടോക്കണിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റ് ഇവിടെ കിട്ടും. നമുക്ക് ക്രിപ്റ്റോ മേഖല അറിവുള്ള ആൾക്കാരോട് ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ഉപയോഗിച്ച് ഇവിടെ വെരിഫൈ ചെയ്യാൻ പറയാം. കാരണം പല കമ്പനികളും ക്രിപ്റ്റോ ആണ് എന്നൊക്കെ പറഞ്ഞു വന്ന് വെബ്സൈറ്റാണ് നമ്മളെ കാണിക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് ആ സ്മാർട്ട് കോൺട്രാക്റ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസാക്ഷൻ ഹാഷ് അത് നേരെ BNB ബ്ലോക്ക് ചെയിനിൽ നോക്കി പരിശോധിക്കാവുന്നതാണ്. ഇത്രയും കാലം കൂടെ കാണാൻ പറ്റും. തൊട്ട് താഴെ കാണുന്നത് നമ്മൾ റെഫറൽ ലിങ്കാണ്. അപ്പം എനിക്ക് ആരാണോ അയച്ചത് അതുപോലെ തന്നെ ഇത് കോപ്പി ചെയ്ത് നമുക്ക് മറ്റാൾ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പ് അച്ചീവേഴ്സ് ആരൊക്കെയാണെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ മൈ ടീം എന്നുള്ള സ്ഥലത്ത് പേജ് മുന്നോട്ട് ഉയർത്തുമ്പോൾ ബൈനറി ലെഗ് സെറ്റിംഗ് പോയിട്ട് നമുക്ക് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ലോക്ക് ചെയ്തിട്ട് ആളെ പ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു സൈഡിൽ കൂടുതൽ ബിസിനസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡാണ് എങ്കിൽ കുറവെങ്കിൽ അവിടെ മാറ്റി പ്ലേസ് ചെയ്യാം, റൈറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അവിടെ മാറ്റി പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ, അത് നമുക്ക് ടോക്കൺ പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ നമുക്ക് സ്റ്റേക്ക് ചെയ്യുന്നതും അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.